അതിപ്രാചീന കാലം മുതൽ നാം ആരാധിച്ചു വരുന്ന ദേവിയാണ് ഭദ്രകാളി. ദാരികാപഥത്തിനായി ശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണെന്നും ദക്ഷന്റെ യാഗാഗ്നിയിൽ സതീദേവി ദേവത്യാഗം ചെയ്തതിൽ ക്രുദ്ധനായ പരമശിവൻ ദക്ഷനോട് പ്രതികാരം ചെയ്യാൻ തന്റെ ജട നിലത്തടിച്ച് സൃഷ്ടിച്ചതാണെന്നുമുള്ള രണ്ടു കഥകളാണ് ഉള്ളത്. ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ദാരികാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സ്കന്ദൻ, ഇന്ദ്രൻ, യമൻ ഇവർക്കാർക്കും ദാരികനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. എന്നാൽ പരമശിവൻ തന്റെ തൃക്കണ്ണ് തുറന്നു അതിൽ നിന്ന് അന്നുവരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവുമായ ഭാവത്തോടു കൂടിയ ഭദ്രകാളി പിറവിയെടുത്തു. ഈ ഭദ്രകാളി ദാരികനെ വധിക്കുകയും ചെയ്തു. കാളിയെ കോപമൂർത്തിയായിട്ടാണ് നാം കരുതിപ്പോരുന്നത്. എന്നാൽ തടസ്സങ്ങളെ മാറ്റി മംഗളവും സൗഖ്യവും അരുളുന്ന മംഗളരൂപിയാണ് ഭദ്രകാളി. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭദ്രകാളി വിഗ്രഹ പ്രതിഷ്ഠയുള്ളത്.